മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവചനത്തില് നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തെക്കുറിച്ച് ഈശോനാഥൻ തിരുവചനത്തിലൂടെ വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അവസാന നാളുകളുണ്ട്. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം നിത്യമായ ഒരു ജീവിതമല്ല. ഈ ഭൂമിയിലെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട്. ഈ അവസാനത്തിന് ശേഷം എല്ലാവരെയും ദൈവത്തിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഭൂമിയിലെ ജീവിതം. ദൈവം ഒരുമിച്ച് കൂട്ടുന്നവരുടെ ഇടയിൽ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടാവണം. അതിനുവേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ എന്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ ദൈവം ഒരുമിച്ച് കൂട്ടുന്നവരുടെ, ദൈവത്തിന്റെ അരികിലേക്ക് കൂട്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ? അതിന് തക്കതായ ഒരു ജീവിതമാണോ ഞാൻ ഇവിടെ നയിക്കുന്നത് എന്ന് പരിശോധിക്കണം. എനിക്കിഷ്ടപ്പെട്ട പോലെ വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും അസൂയയും അഹങ്കാരവും മ്ലേച്ഛപാപങ്ങളും മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റിന്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ, ബലിയർപ്പണമില്ലാതെ, വചനവായനയില്ലാതെ, ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ എന്റെ ചിന്തകൾക്കനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണോ നീ? എങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുടെ ഇടയിൽ ഞാൻ ഉണ്ടാവുകയില്ല. ഞാൻ ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ ദൈവവചനമനുസരിച്ച് ജീവിക്കണം. ഈ ഭൂമിയിൽ ഈ ദിവസം ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കാം. വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും അസൂയയും അഹങ്കാരവും മ്ലേച്ഛപാപങ്ങളും മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപേക്ഷിക്കാം. ജഡത്തിന്റെ ആസക്തികളെ നമുക്ക് മറികടക്കാം. ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ ദിവസം കൂടുതൽ പ്രാർത്ഥനയിൽ ജീവിക്കുക, കൂടുതൽ വിശുദ്ധിയിൽ ഈ ദിവസം ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നിന്റെ ജീവിതം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുടെ ഇടയിൽ ആവുകയും ഈ ഭൂമിയിലെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നിവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഈ ദിവസം ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അധ്വാന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.